വെച്ചാല് സക്കാഫി ഖുത്ബ ഓതാൻ പാടില്ല, സക്കാഫി നിസ്കരിക്കാൻ പാടില്ല, സക്കാഫി ഇവിടെ കാണാൻ പാടില്ല, സക്കാഫിനെ നാട് കടത്തും, സക്കാഫിനെ പിരിച്ചുവിടും, സക്കാഫി പള്ളി കയറിയാൽ പള്ളി കഴുകും, അങ്ങനെയൊക്കെയുള്ള കാലഘട്ടം. അപ്പോൾ ഒരു സക്കാഫിനാണ് കൊടുത്തപ്പം ഭയങ്കര സ്വീകരണം സക്കാഫിക്ക്. സക്കാഫിക്ക് അവിടെ അംഗീകാരം ഉണ്ട് എന്ന് കണ്ടപ്പം രണ്ടാമത്തേനെയും കൊടുത്തു, അംഗീകാരം ഉണ്ട് എന്ന് കണ്ടപ്പോൾ മൂന്നാമത്തേനെയാണ് കൊടുത്തു. ഇപ്പോൾ എന്താ സംഭവം കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിൽ നമ്മളേതായാലും സക്കാഫികൾക്ക് വേണ്ടി AP ഗ്രൂപ്പിന് വേണ്ടി അള്ളാഹു അക്ബർ പറയും. ഇപ്പം മറ്റോരും പറഞ്ഞു അള്ളാഹു അക്ബർ സക്കാഫി വരുന്നു, ഒരു വണ്ടിയാണ് പോയപ്പം അപ്പം അത് സക്കാഫിയല്ല, രണ്ടാമത്തേന് അതും സക്കാഫിയല്ല, മൂന്നാമത്തേന് അള്ളാഹു അക്ബർ അള്ളാഹു ഒളുഹിയത്തിനും കൂടി ഇങ്ങനത്തെ തെക്കുബീർ നമ്മൾ കേട്ടിട്ടില്ല. ആ ജാതി തെക്കുബീർ ആർക്ക്? സക്കാഫികൾക്ക്. അപ്പോൾ ഉസ്താദിനും തോന്നി എന്നാൽ കുറച്ചാളെയാണ് കൊടുക്കുക. അങ്ങനെ ഇപ്പം എത്തരണത്തിനായി. ഇൻഷാ അള്ളാഹ് ഞങ്ങൾ നിങ്ങൾക്ക് ആളെങ്ങനെ തരും. തന്ന് 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 40 പൂർത്തിയാകുമ്പം 2 സമസ്തയും ഒന്നാകും. AP ഉസ്താദ് നേതാവായിരിക്കും. അവിടേക്കാണ് കാര്യം പോണത്. അതുകൊണ്ട് അതാകണത് വരെ നമ്മളെ കുട്ടികൾ ചാടിക്കളിച്ചാൽ നിൽക്കണ്ട, നിങ്ങളൊന്ന് ക്ഷമിക്കും. നമ്മളെ കുട്ടികൾ ഇതിനെപ്പറ്റി അന്തല്ലാതെ ചിലവർ കാപ്പി അങ്ങോട്ട് പോയാൽ എത്രണ്ട് പേര് 10,000 കൊടുത്തതാണ് പോയതാന്ന് വിചാരിച്ചങ്ങൾ. പിന്നെ എന്താണെന്നറിയങ്ങൾ ഓരോരോ സംഗതിയിൽ ചാര്യത് മണക്കുന്നതാണ്. നമ്മളൊപ്പം നിന്നപ്പം ഇറ്റങ്ങളൊക്കെ അല്ലാ സുബ്ഹാനല്ലാ സല്ലല്ലാ ഖുൽ ഹുവല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അങ്ങനെയുണ്ടേനി. ഓരോ കേന്ദ്രത്തേക്കാണ് പോയി പെട്ടു നോക്കുമ്പം അവിടുന്ന് കേൾക്കണതൊക്കെ ഇങ്ങനെ ഓരോരോ വേണ്ടാത്തതാണ്. ഞാൻ വേണ്ടാത്ത വർത്താനം ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പം ചാര്യത് മണക്കുന്നുള്ള രീതിയിൽ ഈ കുട്ടികളുമൊക്കെ ചിലതെന്താകാണ് ഓരോരുത്തന്ന് കേട്ടത് പറഞ്ഞു പോവുകയാണ്. ഒരു ബേജാറും ആവണ്ട. ഇൻഷാ അള്ളാഹ് അപ്പുറത്തെ സമസ്ത 40 സക്കാഫികളെ കൊണ്ട് പൂർത്തിയാകും. അപ്പം ഇപ്പുറം തന്നെയായിരിക്കും.